ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് നമ്മളുടെ ആക്രമണത്തിൽ പാകിസ്ഥാന് വലിയ നാശനഷ്ടങ്ങളുണ്ടായി. പാകിസ്ഥാൻ പിന്നീട് പറഞ്ഞത് അവരുടെ അറ്റാക്കിൽ നമ്മുടെ 4 or 5 വ്യോമസേന വിമാനങ്ങളെ തകർത്ത് കളഞ്ഞു എന്നാണ്. ആ പറഞ്ഞ അതേ വിമാനങ്ങൾ നമ്മളൊരു സൈനിക അഭ്യാസത്തിൽ പങ്കെടുപ്പിക്കാൻ പോകുന്നു കേൾക്കുന്നല്ലോ. അതായത് സാധാരണഗതിയിൽ ഇതിൻ്റെ ടെയിലില് നമ്പർ ഉണ്ടാവും വിമാനങ്ങളുടെ. അപ്പം നമ്മുടെ 5-6 റഫാൽ വിമാനങ്ങൾ തകർത്തു എന്ന് പറഞ്ഞിട്ട് അവർ ഈ നമ്പറുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. നമ്പറിലുള്ള നമ്പർ തെളിവ് വേണമല്ലോ. അപ്പൊ ആ ടെയിൽ നമ്പേഴ്സ് ഇതാണെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അന്ന് അവർ പറഞ്ഞ ആ നമ്മള് കാര്യം സ്ഥിരീകരിക്കാനൊന്നും പോയില്ലല്ലോ. ഈ റഫാലിന്റെ ദസോൾട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ CEO ഒരെണ്ണം ഈ ഓൾട്ടിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറില്ല, അല്ലാതെ അവർ വെടിവെച്ചിട്ടു എന്നൊന്നും പറഞ്ഞില്ല. യുദ്ധസമയത്തെ വേറെ എന്തോ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഒരു വിമാനം തകർന്നതായിട്ട് പറഞ്ഞിരുന്നു. ഇത് പാകിസ്ഥാൻ തകർത്തതായിട്ട് അവകാശപ്പെട്ട 3 വിമാനങ്ങൾ ഈ നവംബറിൽ നടക്കുന്ന ക്വാഡ് രാജ്യങ്ങളുടെ സംയുക്ത സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കും എന്ന് ഇപ്പോൾ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി പാകിസ്ഥാന്റെ അവകാശവാദം പൊളിഞ്ഞു പാളിസായി പോകും. കോപ്പ് ഇന്ത്യ 2025 എന്നാണ് ഈ സംയുക്ത അഭ്യാസത്തിന്റെ പേര്. ക്വാഡ് രാജ്യങ്ങൾ ആദ്യമായിട്ടാണ് സംയുക്തമായിട്ട് ഇങ്ങനെ ഈ അഭ്യാസം നടത്തുന്നത്. അപ്പോൾ ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ ഇതാണ് ക്വാഡ് രാജ്യങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നവംബറിൽ ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഈ സംയുക്ത സൈനികാഭ്യാസം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഗുവാമിൽ താവളം ഉണ്ടല്ലോ അമേരിക്കയ്ക്ക്. ഗുവാം എന്ന് പറയുന്നത് ഫിലിപ്പീൻസിൽ നിന്ന് 2500 കിലോമീറ്റർ കിഴക്ക് പടിഞ്ഞാറൻ പസഫിക്കിലാണ് ഉള്ള ദ്വീപാണ് ഗുവാം. ഇപ്പം ആ ഇറാനില് മറ്റേ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ നദാൻസ് ഫോർദോ അതൊക്കെ ഗുവാമിൽ നിന്ന് വിമാനങ്ങൾ പറന്നുയർന്നു, ബോംബറുകൾ എന്നൊക്കെ വാർത്തകളിൽ വായിച്ചിരുന്നല്ലോ. അപ്പൊ ഗുവാമിൽ ആണ് അടുത്ത നാവികാഭ്യാസം. അതിന്റെ പേര് മലബാർ എക്സർസൈസ് എന്നാണ്. മലബാർ നാവികാഭ്യാസം എന്നാണ് അതിന്റെ പേര്. 2020 മുതൽ വാർഷിക ഈ മലബാർ സൈനികാഭ്യാസം നടക്കുന്നുണ്ട്. അത് നാവിക അഭ്യാസമാണ്, സംയുക്ത നാവികാഭ്യാസം. അപ്പൊ ആദ്യമായിട്ടാണ് വ്യോമ അഭ്യാസം സംയുക്തമായിട്ട് നടക്കുന്നത്. അതിലാണ് ഈ നവംബറിൽ ഇന്ത്യയിൽ വെച്ച് അതിലാണ് പാകിസ്ഥാൻ തകർത്തതായിട്ട് അവകാശപ്പെടുന്ന നമ്മുടെ 3 റഫാൽ വിമാനങ്ങൾ വരും എന്നുള്ള റിപ്പോർട്ട്. അപ്പൊ ചൈനയ്ക്കും ചൊറിയും ഇത് നന്നായിട്ട്. കാരണം ക്വാഡ് രാജ്യങ്ങളുടെ അഭ്യാസം ചൈനയില്ലല്ലോ, ഓസ്ട്രേലിയയും ഇന്ത്യയും അമേരിക്കയാണ്. അപ്പോൾ ജപ്പാൻ, ഓസ്ട്രേലിയ ഈ സംയുക്താഭ്യാസത്തിൽ നിരീക്ഷണ രാജ്യങ്ങൾ ആയിരിക്കും. ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. അതാണ്. അപ്പോൾ 3 ഇന്ത്യൻ വ്യോമസേനയുടെ റഫാൽ വിമാനങ്ങൾ തകർത്തു എന്ന് 6 എണ്ണം തകർത്തു എന്ന് പറയുന്നതിൻ്റെ അകത്ത് 3 എണ്ണത്തിന് ടെയിൽ നമ്പേഴ്സ്. നമ്മളിപ്പോ അത് BS-021, BS-022, BS-027 ഈ 3 റഫാൽ വിമാനങ്ങൾ പങ്കെടുക്കും എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അപ്പോൾ ഈ 3 എണ്ണം അവര് പ്രസിദ്ധീകരിച്ച മറ്റ് പത്രക്കുറിപ്പുകളിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുള്ള നമ്പറാണ്. ഈ 3 എണ്ണം അപ്പോൾ സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കും. ഈ കീ എയ്റോ എന്ന് പറഞ്ഞിട്ട് ഈ വിമാനങ്ങളെയൊക്കെ പറ്റിയിട്ടുള്ള പ്രസിദ്ധീകരണമുണ്ട്, പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണത്. കീ എയ്റോയിൽ ഈ എയ്റോസ്പേസ് മാധ്യമ പ്രവർത്തകൻ അലൻ വാൺസ് എഴുതിയ ലേഖനത്തിൽ ഈ 3 ടെയിൽ നമ്പേഴ്സും റഫാൽ ഈ 3 തകർന്നതായിട്ട് പാകിസ്ഥാൻ വൃത്തങ്ങൾ ഉദ്ധരിച്ച് അയാൾ എഴുതിയിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന ലേഖകനാണ് അയാൾ എഴുതിയിരുന്നു. ഇത് 3 തകർന്നതായിട്ട് അയാൾ പാകിസ്ഥാൻ വിദഗ്ധരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു എന്ന്. എന്നിട്ട് മാത്രമല്ല, പിന്നീട് പാകിസ്ഥാൻ്റെ ഒരു വിദഗ്ധൻ ഇയാളോട് പറഞ്ഞതായിട്ട് ഇയാൾ എഴുതുന്നത് എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യം പറഞ്ഞത് 3 എണ്ണം,
അതല്ലാതെ ഉണ്ട് BS-001 17 സ്ക്വാഡ്രൺ, ഇന്ത്യയുടെ 17 സ്ക്വാഡ്രൺ, BS-022 BS-027 രണ്ടും 101 സ്ക്വാഡ്രൺ. ഞങ്ങൾ ജൂലൈ മധ്യത്തിൽ കൂടുതൽ ഇൻ്റലിജൻസ് വിവരങ്ങൾ, മെയിലായിരുന്നല്ലോ ഓപ്പറേഷൻ സിന്ധു, അതെ, അത് കഴിഞ്ഞ് ജൂലൈയിൽ കൂടുതൽ ഇൻ്റലിജൻസ് വിവരങ്ങൾ പാകിസ്ഥാന് കിട്ടിയെന്ന്. അതിൻ്റെ അകത്ത് BS-021 101 സ്ക്വാഡ്രണിലെ അതും കൂടി ഉണ്ടെന്ന് ശ്രീനഗറിൽ തകർന്ന് വീണു എന്ന് വിവരം കിട്ടിയെന്ന് പാകിസ്ഥാൻ പറയുന്നതായിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമാബാദിലെ പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പത്രസമ്മേളനത്തിൽ ലഫ്റ്റനന്റ് ജനറൽ കിഡ്വായ്, അവരുടെ നാഷണൽ കമാൻഡ് അതോറിറ്റി അഡ്വൈസർ പറഞ്ഞിരുന്നത് BS-001 BS-021 BS-022 BS-027 അതിലും ഉണ്ടല്ലോ ഇത്. പാകിസ്ഥാന്റെ അഡ്വൈസർ, ഈ പ്രതിരോധ ഉപദേഷ്ടാവ് കിഡ്വായ്, അയാളും പറഞ്ഞിരുന്നു പാകിസ്ഥാനിൽ വെച്ച് തിങ്ക് ടാങ്ക് ഇസ്ലാമാബാദ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഇന്ത്യയുടെ ഈ റഫാൽ വിമാനങ്ങൾ തകർന്നതായിട്ട് അയാളും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ 3 എണ്ണം ആണ് ഇപ്പോൾ കോപ്പ് ഇന്ത്യ 2025 സംയുക്ത ക്വാഡ് രാജ്യങ്ങളുടെ സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ വിമാനങ്ങൾ പങ്കെടുക്കുന്നതായിട്ട്. പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സൈനികാഭ്യാസം നടക്കുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞതൊക്കെ തട്ടിപ്പാണെന്ന് തെളിയും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദസോൾട്ട് ചെയർമാൻ, ഈ റഫാൽ വിമാനങ്ങൾ ഉണ്ടാക്കുന്ന ദസോൾട്ട് ഏവിയേഷൻ്റെ ചെയർമാൻ എറിക് ട്രാപ്പിയർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഒരെണ്ണം ഇന്ത്യയുടെ തകർന്നിട്ടുണ്ട്, അത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടെക്നിക്കൽ ഫെയിലിയർ കൊണ്ടാണെന്ന്. വലിയ അല്ലേ, മുകളിൽ ഇങ്ങനെ പറക്കുന്നത് കൊണ്ട് ഉണ്ടായ തകരാറ് കൊണ്ടാണ്, വെടിവെച്ച് ഇട്ടതല്ല. 2023 ഇതുപോലെ റഫാൽ തകർന്നതായിട്ട് ഇങ്ങനെ വാർത്തകളുമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ റോയിട്ടേഴ്സിൻ്റെ തന്നെയൊരു റിപ്പോർട്ട് നമ്മളിതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ. റോയിട്ടേഴ്സും പറഞ്ഞിരുന്നു ഈ പൈലറ്റ് എറർ കാരണമാണ്. കാരണം PL-15 എന്ന് പറഞ്ഞ മിസൈൽ ചൈന പാകിസ്ഥാന് കൊടുത്തത്, ആ മിസൈൽ വിക്ഷേപിച്ചപ്പോൾ അല്ലേ നമ്മുടെ ഒരു റഫാൽ വിമാനം തകർന്നതായിട്ട് മറ്റേ റോയിട്ടേഴ്സ് പറഞ്ഞിരുന്നു. അത് പൈലറ്റിൻ്റെ കാൽക്കുലേഷൻ, കണക്കിലെ എററാണ്. കാരണം അതിന് 200 കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവുമെന്ന് പൈലറ്റ് കരുതിയിരുന്നില്ല ഈ PL-15 എന്നാണ്. അപ്പം നമ്മൾ PL-15 ഒക്കെ വെട്ടിക്കുന്ന ഇപ്പോൾ ആകാശിൻ്റെ അല്ലേ Mark 2 ഒക്കെ വരുന്നില്ലേ, പുതിയ വേർഷനും ഒക്കെ വരുന്നുണ്ട്, അതിനെയൊക്കെ വെട്ടിക്കുന്നത്. അപ്പോൾ റോയിട്ടേഴ്സും നമ്മുടെ ഒരു റഫാൽ തകർന്നത് അവരുടെ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത് അത് PL-15 വന്ന് കൊണ്ടതാണ് പാകിസ്ഥാൻ്റെ മിസൈൽ. പക്ഷെ അത് പൈലറ്റ് അതിൻ്റെ റേഞ്ച് ഇത്ര ഉണ്ടാവുമെന്ന് കരുതിയിരുന്നില്ല. അപ്പോൾ പൈലറ്റിൻ്റെ എററാണെന്നാണ് റോയിട്ടേഴ്സ് പറയുന്നത്. ദസോൾട്ട് ഏവിയേഷൻ പറഞ്ഞത് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടെക്നിക്കൽ ഫെയിലിയർ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പാകിസ്ഥാൻ 3 എണ്ണത്തിൻ്റെ അല്ലേ ടെയിൽ നമ്പേഴ്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ 3 എണ്ണം എന്തായാലും സംയുക്ത അഭ്യാസത്തിൽ ക്വാഡ് രാജ്യങ്ങളുടെ പങ്കെടുക്കുന്നതോടുകൂടി ഒരു വലിയ അവകാശവാദം പൊളിഞ്ഞു പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.